ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും അർച്ചന ചേച്ചി LLB സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ അർച്ചന നാളെ അച്ചുവിൻ്റെ കേസിൻ്റെ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് മഞ്ജു വരുന്നത്. മഞ്ജു എന്നിട്ട് അർച്ചനയോട് പറയുന്നുണ്ട്, നാളെ ചേച്ചി അച്ചുവിൻ്റെ കേസ് തെളിയിക്കാനായി പോവുകയല്ലേ, ഞാൻ ചേച്ചിക്ക് വേണ്ടി ചെലവ് തരുന്നുണ്ട്. നാളെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോയാൽ മതി. ചപ്പാത്തിയും നല്ല കുറുമക്കറിയും ഞാൻ ഉണ്ടാക്കി തരാം. എന്തായാലും ചേച്ചിയെ ഞാൻ നാളെ ചപ്പാത്തിയും വെജിറ്റബിൾ കുറുമയും കഴിപ്പിച്ചിട്ടേ കോടതിയിലേക്ക് വിടൂ. ചേച്ചി കേസ് പഠിക്ക്, ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് മഞ്ജു അങ്ങനെ അകത്തേക്ക് പോകുന്നുണ്ട്. അർച്ചനയാണെങ്കിൽ രാവോളം കേസിനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. രാവിലെ തന്നെ മഞ്ജു അടുക്കളയിൽ കയറി ചപ്പാത്തിയും വെജിറ്റബിൾ കുറുമയും ഉണ്ടാക്കുന്നുണ്ട്. ഉണർന്നെഴുന്നേറ്റ് വരുന്ന അർച്ചന മഞ്ജു അങ്ങനെ അടുക്കളയിൽ പണി ചെയ്യുന്നതാണ് കാണുന്നത്. മഞ്ജു, നീ എന്താ രാവിലെ തന്നെ അടുക്കളയിൽ കയറിയോ എന്ന് അർച്ചന ചോദിക്കുമ്പോൾ മഞ്ജു പറയുന്നുണ്ട്, ഇന്നലെ ചേച്ചിക്ക് വാക്ക് തന്നതല്ലേ, രാവിലെ ചപ്പാത്തിയും കുറുമക്കറിയും ഉണ്ടാക്കി തരാന്ന് ഞാൻ വാക്ക് പാലിച്ചിട്ടുണ്ട്. ചേച്ചിക്കുള്ള കട്ടൻ ചായയും റെഡിയാണെന്ന് പറഞ്ഞ് മഞ്ജു വേഗം തന്നെ അർച്ചനയ്ക്ക് കപ്പിൽ കട്ടൻ ചായ ഒഴിച്ചു കൊടുക്കുകയാണ്. അർച്ചന കട്ടൻ ചായ അങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ മഞ്ജു ചോദിക്കുന്നുണ്ട്, ചേച്ചി എപ്പോഴാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതെന്ന്. അർച്ചന അപ്പോൾ പറയുന്നുണ്ട്, ഞാൻ പോയി കുളിച്ച് റെഡിയായി വരാമെന്ന് പറഞ്ഞ് അർച്ചന അവിടെ നിന്നും പോവുകയാണ്. മഞ്ജു വേഗം തന്നെ ആ വെജിറ്റബിൾ കുറുമയിൽ ചന്ദ്ര തന്ന ആ മരുന്ന് കലക്കുകയാണ്. ഭക്ഷണം ചൂടാറിയതിനു ശേഷം മാത്രമേ അത് കലർത്താൻ പാടുള്ളൂ എന്ന് ചന്ദ്ര മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട്. അനുസരിച്ചാണ് മഞ്ജു രാവിലെ നേരത്തെ തന്നെ എഴുന്നേറ്റ് ഫുഡെല്ലാം ഉണ്ടാക്കി ചൂടാറാൻ വെക്കുന്നത്. അങ്ങനെ മരുന്ന് കലർത്തിക്കൊണ്ട് ആ മരുന്ന് കലർത്തിയ വെജിറ്റബിൾ കുറുമ അർച്ചനയ്ക്കായിട്ട് മാറ്റിവെക്കുന്നുണ്ട്. മരുന്ന് കലർത്താത്ത കുറച്ച് വെജിറ്റബിൾ കുറുമ മഞ്ജുവിന് കഴിക്കാനായും അങ്ങനെ മാറ്റിവെക്കുകയാണ്. അതിനുശേഷം വേഗം തന്നെ മഞ്ജു ആ മരുന്ന് ഡപ്പി എടുത്ത് മാറ്റി വെക്കുന്നുണ്ട്, ആരും കാണാതിരിക്കാനായി. അതിനുശേഷം രാവിലെ വിജയശങ്കർ അങ്ങനെ പത്രം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ചന്ദ്ര വിജയശങ്കറിന് ചായയുമായിട്ട് വരുന്നത്. വിജയശങ്കർ അങ്ങനെ ചായയും കൊടുത്തുകൊണ്ട് ചന്ദ്ര അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. വിജയശങ്കർ അപ്പോൾ ചോദിക്കുന്നുണ്ട്, ചന്ദ്രേ, നീ മഞ്ജുവിനെ വിളിച്ചായിരുന്നോ? എന്തായി അവിടുത്തെ കാര്യങ്ങൾ? ഇനിയിപ്പോൾ നീ അങ്ങോട്ടേക്ക് വിളിക്കാനൊന്നും നിൽക്കണ്ട, അവൾ ചിലപ്പോൾ തിരക്കിലായിരിക്കും. ഏൽപ്പിച്ച പണി അവൾ കൃത്യമായിട്ട് തന്നെ ചെയ്യട്ടെ എന്ന് പറയുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, എനിക്കറിയാം, ഞാൻ അവളെ വിളിച്ചിട്ടില്ല. അവളെ അങ്ങനെ വിശ്വസിക്കാനൊന്നും പറ്റില്ല വിജയേട്ടാ. അവൾ എന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവളുടെ കോള് വേഗം തന്നെ ഡിലീറ്റ് ചെയ്ത് കളയും. അവള് വിളിച്ചതിൻ്റെ റെക്കോർഡുകളെല്ലാം ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. അവളെ അങ്ങനെ വിശ്വസിക്കാനായിട്ടില്ല എന്ന് ചന്ദ്ര അങ്ങനെ പറയുമ്പോൾ വിജയശങ്കർ ചോദിക്കുന്നുണ്ട്, അത് ശരിയാണ്, അവളെങ്ങനെ ഈ പണി കൃത്യമായിട്ട് ചെയ്യൂ എന്ന് ചോദിക്കുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, അവളൊരു മണ്ടിയാണെങ്കിലും ഈ കാര്യങ്ങളൊക്കെ അവൾ കൃത്യമായിട്ട് തന്നെ ചെയ്യുമെന്ന് പറയാണ്. വിജയശങ്കർ അപ്പം പറയുന്നുണ്ട്, ജുവിന്റെ മണ്ടത്തരങ്ങളെല്ലാം ഒരു നമ്പറാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ശരിക്കും മറ്റുള്ളവരെ മണ്ടനാക്കിക്കൊണ്ടിരിക്കുകയാണ് മഞ്ജു എന്ന് വിജയശങ്കർ അങ്ങനെ ചന്ദ്രയോട് പറയാണ്. ചന്ദ്ര അപ്പം ചോദിക്കുന്നുണ്ട്, അർച്ചന കോടതിയിലേക്ക് വരാതിരുന്നാൽ കേസ് നടക്കില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ വിജയശങ്കർ പറയുന്നുണ്ട്, കേസ് എടുക്കില്ലെന്നുള്ളത് ഉറപ്പാണ്, അല്ലെങ്കിൽ പിന്നെ അവൾ മുൻകൂർ അപേക്ഷ കൊടുക്കണമായിരുന്നു എന്നങ്ങനെ വിജയശങ്കർ പറയുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, അർച്ചനയെ എനിക്കൊന്ന് കാണണമായിരുന്നു. മുഴുവനും ചൊറിഞ്ഞ് തടിച്ച അവളുടെ ആ വികൃത രൂപമൊന്ന് എനിക്ക് കാണണമെന്നുണ്ടെന്ന് ചന്ദ്ര അങ്ങനെ സന്തോഷത്തോടെ പറയുമ്പോൾ വിജയശങ്കർ പറയുന്നുണ്ട്, നമുക്ക് അവളെ ഹോസ്പിറ്റലിൽ പോയി കാണാം, ഇതിനുള്ള വഴിയുണ്ടാക്കാമെന്ന് പറയുകയാണ്. പിന്നീട് ദീപ്തിയാണെങ്കിൽ ശില്പയ്ക്ക് കോടതിയിൽ എന്തൊക്കെ പറയണമെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. കോടതിയിൽ കയറുന്നത് ആദ്യമായിട്ടല്ല, അടുത്ത നടപടിക്രമങ്ങളെല്ലാം നിനക്കറിയാം. അച്ചുവിന്റെ ഭാവി തീരുമാനിക്കുന്നത് നിന്റെ മൊഴിയിലാണ്. ഇതിൽ നിന്നെ കൊണ്ട് അധികം സംസാരിക്കാതിരിക്കാൻ വിജയശങ്കർ മാക്സിമം ശ്രമിക്കും. അപ്പോൾ അർച്ചന ഇടപെടും. അർച്ചനയുടെ ചോദ്യങ്ങൾക്ക് നീ വ്യക്തമായ ഉത്തരം നൽകണം. ജിം ചോദിക്കും, അപ്പൊ മൊഴി മാറ്റി പറഞ്ഞാലുണ്ടല്ലോ പിന്നെ നിന്റെ കാര്യം പോക്കാണ്. പണം തന്നെ ഈ കൊട്ടേഷൻ ആരാണ് ഏൽപ്പിച്ചതെന്ന് ചോദിക്കുമ്പോൾ വിജയശങ്കറിന്റെയും ചന്ദ്രയുടെയും പേര് നീ പറയണം. ുമായിട്ട് ശില്പയ്ക്ക് മുൻ പരിചയമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പരിചയമില്ലെന്ന് പറയണം. ഈ കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ ആദ്യം മുതൽ ഒരിക്കൽ കൂടി പറഞ്ഞു തരാമെന്ന് പറഞ്ഞ് ദീപ്തി അങ്ങനെ ശില്പയ്ക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുകയാണ്. ശില്പ അതെല്ലാം കേൾക്കുന്നുമുണ്ട്. അതിനുശേഷം അർച്ചന കുളിച്ച് റെഡിയായി വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരിക്കുകയാണ്. ചപ്പാത്തി എടുത്ത് കറി എടുക്കാൻ നേരം കറി കുറേയുണ്ട്. അപ്പൊ അർച്ചന വിചാരിക്കുകയാണ്, ഇതിൽ കറി കൂടുതലാണല്ലോ, ഇത്രയും എനിക്ക് ആവശ്യമില്ലെന്ന് പറഞ്ഞ് അവിടെ മഞ്ജുവിന് മാറ്റിവെച്ച കറി എടുത്ത് അർച്ചന കഴിക്കുകയാണ്. അതിനുശേഷം അർച്ചനയ്ക്ക് വേണ്ടി മഞ്ജു കലർത്തിയ ആ മരുന്നുള്ള കുറുമിയെടുത്ത് അർച്ചന മഞ്ജുവിന് മാറ്റിവെച്ച ആ പാത്രത്തിലേക്ക് തന്നെ ഒഴിക്കുകയാണ്. അങ്ങനെ സ്വാദിഷ്ടമായ ആ ഭക്ഷണം അർച്ചന കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് മഞ്ജു വന്നു നോക്കുന്നത്. മഞ്ജു ധരിച്ചിരിക്കുന്നത് അർച്ചന മരുന്ന് കലർത്തി വെച്ച ആ വെജിറ്റബിൾ കുറുമ എടുത്ത് കഴിച്ചു എന്നാണ്. അപ്പൊ തന്നെ മഞ്ജു ഫോൺ എടുത്ത് വളരെ സന്തോഷത്തോടെ ചന്ദ്രയ്ക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. ചന്ദ്രേച്ചി പറഞ്ഞ പ്ലാൻ സക്സസ് ആയി. മരുന്ന് കലർത്തിയ ഭക്ഷണം അർച്ചനേച്ചി കഴിച്ചു. ഇന്നിപ്പോ രാജകുമാരി ചൊറിഞ്ഞു മരിക്കുമെന്ന്
പറഞ്ഞ് മഞ്ജു അങ്ങനെ മെസ്സേജ് അയക്കുകയാണ്. ആ മെസ്സേജ് കണ്ട് ചന്ദ്രയ്ക്കാണെങ്കിൽ ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. പിന്നീട് അച്ചുവിൻ്റെ അടുത്തേക്ക് ഒരു പോലീസുകാരൻ വരികയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, സാർ കോടതിയിലേക്ക് പോവാൻ സമയമായി, സാറ് റെഡി ആയില്ലേ, അയ്യോ മറ്റോ കുടിക്കണോ എന്ന് ചോദിക്കുകയാണ്. അച്ചു അപ്പോൾ ഒന്നും വേണ്ട എന്ന് പറയുകയാണ്. അപ്പോഴേക്കും ആ പോലീസുകാരൻ ജയശങ്കർ അന്ന് അച്ചുവിനെ തല്ലാനായി ഏൽപ്പിച്ച ആ പ്രതിയെ അച്ചുവിന്റെ സെല്ലിനകത്തേക്ക് കയറ്റുകയാണ്. പിന്നീട് ആ പോലീസുകാരൻ അവിടെ നിന്ന് മാറുന്നുണ്ട്. അങ്ങനെ ആ പ്രതി അച്ചുവിനോട് പറയുന്നുണ്ട്, ഇതിൽ വെച്ച് എന്തെങ്കിലും പ്രശ്നമുണ്ടായോ എന്ന് ചോദിക്കും. അപ്പോൾ ഒന്നും ഉണ്ടായിട്ടില്ലെന്ന് പറയണം, സാറിന് ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല, നമ്മൾ തമ്മിൽ കണ്ടിട്ടുമില്ല എന്ന് സാറ് പറഞ്ഞേക്കണം, മനസ്സിലായല്ലോ ഞാൻ പറഞ്ഞതെല്ലാം എന്ന് പ്രതി അങ്ങനെ അച്ചുവിനോട് പറയുകയാണ്. അച്ചു അപ്പൊ ആകെ കലി വന്ന് പ്രതിയുടെ മൂക്കിലിടിക്കുകയാണ്. അപ്പൊ തന്നെ മൂക്ക് ചതഞ്ഞ് അയാളുടെ മൂക്കിൽ നിന്നും രക്തം വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഇവിടെ വെച്ച് ഒന്നും സംഭവിച്ചിട്ടില്ല, നമ്മൾ തമ്മിൽ കണ്ടിട്ടുമില്ല, പറഞ്ഞത് മനസ്സിലായല്ലോ എന്ന് അച്ചു അങ്ങനെ തിരിച്ചു പറയുകയാണ്. പിന്നീട് കോടതിയിലേക്ക് പോവാനായി അർച്ചന റെഡിയായി വന്ന് കുപ്പിയിൽ വെള്ളം നിറയ്ക്കുകയാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് മഞ്ജു വരുന്നത്. മഞ്ജു എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ചേച്ചിക്ക് കോടതിയിലേക്ക് പോവണ്ടേ, ചേച്ചിക്ക് വല്ല തളർച്ചയോ ക്ഷീണമോ എന്തെങ്കിലും തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, കോടതിയിലേക്ക് പോവാൻ സമയമാവണ്ടേ, അല്ല നീ എന്താ എനിക്ക് ക്ഷീണുണ്ടോ എന്ന് ചോദിച്ച് കാരണം എന്താണെന്ന് ചോദിക്കുകയാണ്. മഞ്ജു അപ്പം പറയുന്നുണ്ട്, അല്ലെ ഉറക്കമൊഴിഞ്ഞ് ഇരുന്നതല്ലേ, അതുകൊണ്ട് ചോദിച്ചതാണെന്ന് പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തോട് അങ്ങനെ അർച്ചന പ്രാർത്ഥിച്ച് നിൽക്കുകയാണ്. അതിനുശേഷം അർച്ചന പറയുന്നുണ്ട്, രുക്കുവിനോട് ഞാൻ കോടതിയിലേക്ക് ഇറങ്ങിയെന്ന് പറയുന്നു. മഞ്ജുപ്പ പറയുന്നുണ്ട്, അതൊക്കെ ഞാൻ പറയാം, ചേച്ചി വേഗം തന്നെ കോടതിയിലേക്ക് പോയെന്ന് പറയുമ്പോൾ അർച്ചന ചോദിക്കുന്നുണ്ട്, ഇന്നെന്താ മഞ്ജുവിനെ എന്നെ കോടതിയിലേക്ക് പറഞ്ഞയക്കാൻ ഭയങ്കര ധൃതിയാണല്ലോ എന്ന് ചോദിക്കുമ്പോൾ മഞ്ജു പറയുന്നുണ്ട്, അത് പിന്നെ അച്ചുവിനെ ചെയ്യുന്നതും വേഗം ചെന്ന് പുറത്തിറക്കണ്ടേ, അതിന്റെ ആക്രാന്തമാണ് എനിക്കെന്ന് പറയാണ്. അങ്ങനെ അർച്ചന പോയതിനു ശേഷം മഞ്ജു അങ്ങനെ സ്വയം പറയുന്നുണ്ട്, റോഡിലേക്ക് ഇറങ്ങിയതിനു ശേഷം ചിലപ്പോൾ അർച്ചനേച്ചിക്ക് ചൊറിയാൻ തുടങ്ങുമായിരിക്കും, എല്ലാം ഞാൻ മനസ്സിൽ കണ്ടതുപോലെ നടന്നാൽ മതിയായിരുന്നു, സമാധാനമായിട്ട് എനിക്കുള്ളത് കഴിക്കാമെന്ന് പറഞ്ഞ് മഞ്ജു തനിക്കായി മാറ്റിവെച്ച ഭക്ഷണം എടുത്ത് കഴിക്കുകയാണ്. അർച്ചന കറി മാറ്റിവെച്ചത് അറിയാതെ മഞ്ജു അങ്ങനെ ആസ്വദിച്ച് ആ ഭക്ഷണം കഴിക്കുന്നുണ്ട്. അങ്ങനെ കോടതിയിൽ വെച്ച് അർച്ചനയും വിജയശങ്കറും തമ്മിൽ കണ്ടുമുട്ടുകയാണ്. ജയശങ്കർ എന്നിട്ട് അർച്ചനയോട് പറയുന്നുണ്ട്, ഇത്ര തലപൊക്കി നടക്കണ്ട, കോടതിയിൽ കേസ് കഴിഞ്ഞാൽ നിനക്ക് തല കുനിച്ച് നടക്കേണ്ടി വരും, നിന്റെ തൊലിക്കട്ടി അപാരം തന്നെ, നിന്റെ അനിയന് വേണ്ടി ഒരു ഇൻസ്പെക്ടർക്ക് വേണ്ടി എളുപ്പമില്ലാതെ നീ വന്നിരിക്കുകയാണല്ലോ. അങ്ങനെ വിജയശങ്കർ പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, ആരാണ് തല താഴ്ത്തുന്നതെന്ന് നമുക്കറിയാം, പിന്നെ അച്ചു തെറ്റ് ചെയ്തിട്ടില്ല, തെറ്റ് ചെയ്തവർക്കാണ് ഉളുപ്പുണ്ടാവേണ്ടത്, എന്തായാലും അച്ചു തെറ്റ് ചെയ്തിട്ടില്ലെന്ന് കോടതിക്ക് മനസ്സിലാവും, അച്ചുവിനെ വെറുതെ വിടും, അത് കാണാനായി ചന്ദ്രലേഖയെ കൂടി ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണമായിരുന്നു എന്ന് അർച്ചന അങ്ങനെ വിജയശങ്കറിനോട് പറയാണ്. അപ്പോഴേക്കും അച്ചുവിനെ കോടതിയിലേക്ക് പോലീസുകാർ കൊണ്ടുവരികയാണ്. ജയശങ്കർ അപ്പൊ ചോദിക്കുന്നുണ്ട്, നാണമില്ലടോ നിനക്ക് ഇങ്ങനെ കോടതിയിലേക്ക് വരാനെന്ന് ചോദിക്കുമ്പോൾ അച്ചു പറയുന്നുണ്ട്, എനിക്കെന്തിനാണ് നാണം, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല, കോടതിയിൽ നിന്ന് ഇറങ്ങിയിട്ട് നമുക്ക് കാണാമെന്ന് പറഞ്ഞ് അച്ചു അങ്ങനെ കോടതിക്ക് അകത്തേക്ക് പോവുകയാണ്. വിജയശങ്കർ അപ്പോൾ അർച്ചനയോട് പറയുന്നുണ്ട്, ഇത്രയ്ക്കായിട്ടും അവന്റെ അഹങ്കാരത്തിനൊരു കുറവുമില്ലല്ലോ എന്ന് പറയാണ്. അർച്ചനയാണെങ്കിൽ ദേഷ്യമുണ്ടെങ്കിലും ഒന്നും മിണ്ടാതെ അങ്ങനെ നിൽക്കുകയാണ്. പിന്നീട് മഞ്ജു ഭക്ഷണമെല്ലാം കഴിച്ച് ഒരു വനിത എടുത്ത് വായിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ്. വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മഞ്ജുവിന് ശരീരം മൊത്തം ചൊറിഞ്ഞു തുടങ്ങുകയാണ്. പിന്നീട് ദീപ്തിയാണെങ്കിൽ ശില്പയ്ക്ക് വെള്ളം വേണമെന്ന് പറഞ്ഞ് വെള്ളമെടുക്കാനായി പോകുന്ന സമയത്ത് വേഗം തന്നെ ശില്പ റൂമിന്റെ വാതിൽ തുറന്ന് അവിടെ നിന്നും രക്ഷപ്പെടുകയാണ്. വന്നു നോക്കുന്ന സമയത്ത് ദീപ്തി വാതിൽ തുറന്നു കിടക്കുന്നത് കാണുകയാണ്. കുറെ ശില്പ എന്ന് വിളിക്കുന്നുണ്ടെങ്കിലും ശില്പ ചതിച്ചു എന്ന് ദീപ്തിക്ക് മനസ്സിലാവുന്നുണ്ട്. വേഗം തന്നെ ഫോൺ എടുത്ത് ദീപ്തി അർച്ചനയെ വിളിച്ച് ശില്പ ഇവിടെ നിന്ന് മുങ്ങിയെന്ന കാര്യം പറയുകയാണ്. എല്ലാം കേട്ട് അർച്ചന ആകെ തകരുന്നുണ്ട്. ദീപ്തി എന്നിട്ട് പറയുന്നുണ്ട്, സോറി അർച്ചനെ, എന്റെ അശ്രദ്ധ കൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചതെന്ന് പറയാണ്. അർച്ചനയാണെങ്കിൽ ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ ദീപ്തിയോടൊന്നും പറയാതെ ഫോൺ കട്ട് ചെയ്യാണ്. പിന്നീട് മഞ്ജു ആണെങ്കിൽ ചൊറിഞ്ഞു മടുത്തുകൊണ്ട് വേഗം തന്നെ ഫോൺ എടുത്ത് അർച്ചനയെ വിളിക്കുകയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ചേച്ചി ഞാനൊരു കാര്യം ചോദിക്കുന്നത് കൊണ്ട് ഒന്നും വിചാരിക്കരുത്, ചേച്ചി ഇപ്പൊ എവിടെയാണ്, കോടതിയിലാണോ, ചേച്ചിക്ക് ചൊറിയുന്നുണ്ടോ, ഈ കൊതുകൊക്കെ കടിച്ചാൽ നമ്മുടെ ശരീരം ചൊറിയില്ലേ, അതുപോലെ എങ്ങാനും ചൊറിയുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അർച്ചന ആകെ ദേഷ്യം വന്നിരിക്കുകയാണ്. ആ സമയത്ത് മഞ്ജുവിന്റെ ഈ ചോദ്യം കേട്ട് അർച്ചന മഞ്ജുവിനോട് ദേഷ്യപ്പെടുകയാണ്. നിഷൻ ഇവിടെ ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോഴാണ് മഞ്ജുവിന്റെ ഓരോ ചോദ്യം മര്യാദയ്ക്ക് ഫോൺ വെച്ചെന്ന് പറഞ്ഞ്
അച്ഛൻ അങ്ങനെ ഫോൺ കട്ട് ചെയ്യുകയാണ്. ഞാൻ കൊടുത്ത പണി തനിക്ക് തന്നെ തിരിച്ചു കിട്ടിയതാണെന്ന് മഞ്ജുവിന് മനസ്സിലാവുകയാണ്. അങ്ങനെ വീടിന്റെ പുറത്തേക്ക് ഇറങ്ങിയതിനു ശേഷം മഞ്ജു ചന്ദ്രയെ ഫോണിൽ വിളിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ചേച്ചി ദേഹം മുഴുവനും ചൊറിയാൻ തുടങ്ങിയെന്ന് ചന്ദ്രപ്പ വിചാരിക്കുന്നുണ്ട്. അച്ഛനയ്ക്ക് കൊടുത്ത പണി ഏറ്റു എന്ന് മഞ്ജു അപ്പ പറയുന്നുണ്ട്. അർച്ചനേച്ചിക്കല്ല, എനിക്കാണ് ദേഹം മുഴുവനും ചൊറിയുന്നത്. പണി എനിക്ക് തന്നെ തിരിച്ചു കിട്ടിയെന്ന് പറഞ്ഞ് മഞ്ജു അങ്ങനെ ഫോൺ കട്ട് ചെയ്യുകയാണ്. ചന്ദ്രയാണെങ്കിൽ ആ പണിയും ഏറ്റില്ലെന്ന് കരുതി അങ്ങനെ നിൽക്കുന്നുണ്ട്. അതിനുശേഷം അർച്ചന ഇനി അച്ചുവിന്റെ കേസിൽ എന്ത് ചെയ്യണമെന്നറിയാതെ അങ്ങനെ നിൽക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് വീണ്ടും വിജയ് ശങ്കർ വരികയാണ്. വിജയ് ശങ്കർ എന്നിട്ട് അർച്ചനയോട് ചോദിക്കുന്നുണ്ട്, എന്താണ് ഒരു ടെൻഷൻ, ലോ പോയിന്റ്സ് മറന്നു പോയോ? എന്തെങ്കിലും വേണമെങ്കിൽ ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞു തരാമെന്ന് പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, നിങ്ങളെ ഞാനിപ്പോൾ ഇങ്ങോട്ടേക്ക് വിളിച്ചോ? നിങ്ങളുടെ സഹായമൊന്നും എനിക്ക് ആവശ്യമില്ല എന്ന് പറയുമ്പോൾ വിജയ് ശങ്കർ പറയുന്നുണ്ട്, ആവശ്യപ്പെട്ടില്ലെങ്കിലും അറിഞ്ഞു സഹായിക്കുന്നതാണല്ലോ മനുഷ്യത്വം എന്നങ്ങനെ പറയുമ്പോൾ അർച്ചന തിരിച്ചു പറയുന്നുണ്ട്, മനുഷ്യത്വത്തെ പറ്റി ഏറ്റവും പറയാൻ അർഹതയുള്ള ഒരാൾ വന്നിരിക്കുന്നു. കാര്യത്തിൽ എനിക്ക് സംശയമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ പേർപ്പസ് ആയിട്ട് നിങ്ങളിപ്പോൾ എന്നോട് വന്ന് സംസാരിച്ചപ്പോൾ ആ സംശയം എനിക്ക് അസ്ഥാനത്തല്ലെന്ന് മനസ്സിലായി എന്ന് അർച്ചന അങ്ങനെ പറയുമ്പോൾ വിജയ് ശങ്കർ ചോദിക്കുന്നുണ്ട്, ഇത് സംശയത്തിന്റെ കാര്യമെന്ന് അർച്ചന ഇപ്പം പറയുന്നുണ്ട്. ഒന്നും അറിയാത്ത ഒരാള് എല്ലാം എനിക്ക് മനസ്സിലായെന്ന് അർച്ചന അങ്ങനെ തീർത്ത് പറയുകയാണ്. ഇതോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.